മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് KSRTC ബസ് ഓടിച്ച ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ തീരുമാനമായിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലൂടെയാണ് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇയാൾ ബസ് ഓടിച്ചത്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസെ, വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വാഹനം ഓടിക്കേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഒരു കൈയിൽ ഫോണിൽ കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ച് ഒറ്റ കൈ കൊണ്ട് ഇങ്ങനെ ഓടിച്ച് പോകുന്നത്. ഇതൊരു KSRTC ജീവനക്കാരനാണ് ചെയ്യുന്നതെന്ന് കുറച്ചും കൂടി അതിൻ്റെ ഗൗരവം കൂട്ടുന്നു. ഇപ്പോൾ എന്താണ് നടപടിയെടുത്തത്? തീർച്ചയായിട്ടും ദിലീപ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ഗൗരവമുള്ളൊരു വിഷയമാണിത്. ഇന്നലെ വൈകിട്ട് 4:50 കൽപ്പറ്റയിൽ നിന്നെടുത്ത KSRTC ബസ്സിലെ ഡ്രൈവറാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് താമരശ്ശേരി ചുരത്തിലൂടെ ഇത്തരത്തിൽ വാഹനം ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഇദ്ദേഹത്തെ ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഇടപെട്ട് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. നാളെ RTO ഓഫീസിൽ ലൈസൻസുമായിട്ട് ഹാജരാകാനാണ് ഇദ്ദേഹത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. നാളെ കൂടുതൽ നടപടികൾ ഉണ്ടോ എന്നുള്ളത് നാളെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ താമരശ്ശേരി ചുരത്തിൽ കൂടുതൽ ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള സ്ഥലമാണ്. നിരന്തരം അപകടങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ ഏറെ നേരം വാഹനങ്ങൾ ബ്ലോക്കായി നിൽക്കുന്ന സ്ഥിതിവിശേഷമൊക്കെ ഈ താമരശ്ശേരി ചുരത്തിൽ ഉണ്ടാവാറുണ്ട്. അവിടെയാണ് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ വിളിച്ചുകൊണ്ട് ഇദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഓടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ് ഇദ്ദേഹം ഈ ദൃശ്യം പകർത്തിയത്. അദ്ദേഹം ഈ ദൃശ്യം സഹിതം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. ദിനേശ്, ശരി, ഈ ദൃശ്യങ്ങൾ കാണുന്നവർ ദയവായി ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടി ശ്രമിക്കുക. KSRTC ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് ഇപ്പോൾ ഇംതിയാസ് കരീം അറിയിക്കുന്നത്.